അഭിജിത്ത്, ഈ മുഴുവൻ ആളുകളെയും രോഗികളെയും അവിടെ നിന്ന് മാറ്റി എന്നതിൽ പോലും ഇപ്പോൾ എം കെ രാഘവൻ പറയുകയായിരുന്നു, അതിൽ പോലും ഉറപ്പ് പറയാൻ കഴിയുന്നില്ല. ഇനി അതിലാരെങ്കിലുമൊക്കെ അവിടെ കുടുങ്ങിയിട്ടുണ്ടോ എന്നതറിയില്ല. മറ്റൊന്ന്, ഈ വെന്റിലേറ്ററിലൊക്കെ ഉണ്ടായിരുന്നവരെ, ഇപ്പോൾ ടി സിദ്ദിഖ് പറഞ്ഞതുപോലെ വെന്റിലേറ്ററിലൊക്കെ ഉണ്ടായിരുന്നവരെ മാറ്റിയിട്ടുണ്ട്. എന്താണ് അവരുടെ അവസ്ഥ എന്നതിൽ നമുക്ക് ഈ ഘട്ടത്തിൽ അത്തരമൊരു വിവരം നൽകാൻ കഴിയുന്നില്ല. അപ്പോൾ കുറച്ച് സങ്കീർണമാണ് സാഹചര്യമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പവർ സപ്ലൈ അവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആശുപത്രിയിൽ ഇനി അവിടേക്ക് ആളുകളെ ഇനിയിപ്പോൾ പുറത്തുനിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുമായി മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നവരുടെ ചികിത്സ സംബന്ധിച്ചുള്ള പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ജില്ലാ കളക്ടർ അത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവിടെ നിന്ന് അതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് MLAയും MP ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ആശങ്ക പൂർണ്ണമായും അകന്നു എന്ന് കരുതാൻ കഴിയുമോ അഭിജിത്ത്? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെയുള്ള ചില ആശങ്കകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം എത്ര രോഗികളെയാണ് ഇവിടെ നിന്ന് മാറ്റിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ ഇപ്പോൾ MP-യുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മുഴുവൻ പേരെയും ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രിൻസിപ്പളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ 4ാം നില വരെ ഇപ്പോൾ പുക എത്തിയിട്ടില്ല. അവിടെ ഈ ന്യൂറോ സർജറിയുമായി ബന്ധപ്പെട്ടുള്ള രോഗികൾ ഉണ്ടായിരുന്നു, അവരെ മാറ്റണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അല്പസമയം മുൻപ് പ്രതികരിക്കുമ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഇനിയിപ്പോൾ പ്രതിസന്ധി വരുന്നത് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ നിന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോയ രോഗികളുണ്ട്, അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്, ഇനിയിപ്പോൾ അത്യാഹിതം സംഭവിച്ച് ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നവർ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ, എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യും, അവരെ എങ്ങനെ ചികിത്സിക്കും തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. MP ഉണ്ട്, MLA ഉണ്ട്, ഫയർഫോഴ്സ്, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ അവർ കൃത്യമായി പരിശോധിക്കുന്നുമുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടാകുന്നത് ഏതാണ്ട് 8 മണിയോട് അടുപ്പിച്ചാണ് വിജയകുമാർ. ഈ UPS റൂമിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. പെട്ടെന്ന് അവിടെ വലിയൊരു ബഹളം, അവിടെ ഒരു വലിയൊരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് രോഗികളെ ഉൾപ്പെടെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ബാക്കിയുള്ളവർ ഓടുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാണ് ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. കാരണം കരണ്ട് പോകുന്നു, ഇവിടെ ലൈറ്റ് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ആ നേരത്ത് ഉണ്ടായത് എന്നാണ് രോഗികളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ അവരെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. പല രോഗികളെയും അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റി. പിന്നീട് സൂപ്രണ്ടുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റ് വാർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്, രോഗികൾ അവിടേക്ക് മാറ്റുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂപ്രണ്ടുമായും ഒപ്പം തന്നെ പ്രിൻസിപ്പളുമായും സംസാരിക്കുമ്പോൾ വ്യക്തമാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഒരു വ്യക്തത വരേണ്ടത് എത്ര രോഗികളെ ഇവിടെ നിന്ന് മാറ്റി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച കാര്യങ്ങളിലും ഉടൻ തന്നെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടവർ ഒരു വ്യക്തത വരുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.